സ്വത്തിന്റെ പേരിൽ വയോധികന് ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം. നീണ്ടകര സ്വദേശി ശങ്കർ നാരായണനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കാലൊടിഞ്ഞു തൂങ്ങിയ ശങ്കർ നാരായണനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 100 രൂപയുടെ കംപ്ലൈന്റ് ഉണ്ട് സാറേ. ഇത് സഹോദരിയുടെ ഭർത്താവ് മോന് സ്ഥിരമായിട്ട് ഇയാളെ തല്ലാറുണ്ട്. സ്വത്ത് തർക്കമോ സാറേ? വയോധികനെ ബന്ധുക്കൾ ക്രൂരമായി മർദ്ദിച്ച് തെരുവിൽ ഉപേക്ഷിച്ചു. സ്വത്ത് തർക്കമാണ് കാരണമെന്നാണ് സൂചന. നീണ്ടകര 9-ാം വാർഡിൽ വിഷ്ണു നിവാസിൽ ശങ്കരനാരായണനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ഇയാളുടെ കാൽ ഒടിഞ്ഞു തൂങ്ങി. തൊഴിലുറപ്പ് തൊഴിലാളികൾ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പച്ചുറും ഭരിച്ച് വെള്ളം വെയിൽ നട്ടം വെയിൽ നല്ല വെയിലത്ത് ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കാനും അത് വലിയൊരു ഞങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. കാരണം ആരും തിരിഞ്ഞു നോക്കത്തില്ല. ആ ചേച്ചി അതിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടേ നിൽക്കുക. ആരും അടുക്കുന്നില്ല. എല്ലാവരും ദൂരെ നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. ദൂരെ നിന്ന് കാണുന്നു, വരുന്നു, അവരെ കുറ്റം പറയുന്നു, പോകുന്നു. അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾ വിളിച്ച് ചാനലുകാരെ അറിയിച്ചു. എല്ലാവരും വന്ന് ഇപ്പം അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളിയായ ശങ്കരനാരായണന്റെ ഭാര്യ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് റോഡിൽ മർദ്ദനമേറ്റ് രക്തം വാർന്നു കിടക്കുന്നത് കണ്ടത്. ഇവർക്ക് മക്കളില്ല. സ്വത്തിനു വേണ്ടി ചില ബന്ധുക്കൾ നിരന്തരം ഇയാളെ മർദ്ദിക്കാറുണ്ടായിരുന്നത്രേ. സ്ഥിരമായിട്ട് തല്ലുക സാറേ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഗുരുതരമായി പരിക്കേറ്റ ശങ്കരനാരായണനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചവറ.